അടുത്തൊരു 50 വർഷത്തേക്ക് എന്തായിരിക്കും ഈ ബഹിരാകാശ ശാസ്ത്ര രംഗത്തിന്റെ വളർച്ച? അത് വലിയ അത്ഭുതമായിരിക്കുമോ എന്നാണ് ചോദ്യം. ഈ ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കാൻ പോകണമെന്നുള്ളത് മുൻകൂട്ടി പറയാനുള്ള എളുപ്പമല്ല. ഈ ശാസ്ത്ര ഗവേഷണ രംഗത്തൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഗവേഷണം നടത്തുക. ഇന്നതാണ് കണ്ടെത്താൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഗവേഷണം നടത്തി പലപ്പോഴും പറ്റില്ലല്ലോ. പക്ഷേ ഒരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത്, നേരത്തെ അമേരിക്കയും റഷ്യയും മാത്രമാണ് ഈ രംഗത്ത് കാര്യമായിട്ട് ഇതിന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ പുതുതായിട്ട് അതിലേക്ക് ആ രംഗത്തേക്ക് വരുന്നുണ്ട്. അടുത്ത കുറച്ച് കാലത്തിനകം തന്നെ ചൈനയൊക്കെ ഒരുപക്ഷെ അമേരിക്കയെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള പര്യവേഷണങ്ങൾ നടക്കും, അതിലൊരു മത്സരവും ഉണ്ടാവും. പിന്നെ ഒരു സാധ്യമായിട്ട് ആൾക്കാർ കാണുന്നത്, ഈ ഭൂമിയിൽ പല സാങ്കേതികവിദ്യയ്ക്കും വേണ്ട പല മൂലകങ്ങളും ആവശ്യമായിട്ട് ലഭ്യമല്ല. അപ്പോൾ അത് ചൊവ്വയിലോ ചന്ദ്രനിലോ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സാധ്യമായിട്ട് വരും. അതായത് അവിടെ ചിലപ്പോൾ ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിലപ്പെട്ട വസ്തുക്കൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയിലെ ഊർജ്ജ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതിന് ഒരു പക്ഷേ ബഹിരാകാശത്ത് വലിയ സോളാർ നിലയങ്ങളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ എനർജി പ്രത്യേക ഇവിടുത്തെ സ്വീകരണങ്ങളിലേക്ക് അയക്കാനൊക്കെയുള്ള സാങ്കേതികവിദ്യയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഊർജ്ജ രംഗത്ത് വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട്. റയർ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ കേസിൽ അത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഈ പറയുന്ന പോലെ ഭൂമിയിൽ ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ ലഭ്യത കുറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, മൂലകങ്ങൾ ഒക്കെ മറ്റിടങ്ങളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞ അത് വലിയ വലിയ അഡ്വാൻസ്മെന്റ് ആയിരിക്കും. അപ്പോൾ അത്തരം ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.